ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പലർക്കും സുപരിചിതമായിട്ടുള്ളൊരു പേരാണ് ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ ഞാൻ മുന്നേ ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പലർക്കും ഇപ്പോഴും ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ച് പല ഡൗട്ട്സുകളും ബാക്കിയുണ്ട്. ഏതാണ് ഏറ്റവും നല്ല ഗ്ലൂട്ടാത്തയോൺ പ്രൊഡക്റ്റ്, എത്ര കാലം ഇത് യൂസ് ചെയ്താലാണ് റിസൾട്ട് കിട്ടുക, ഏത് ടൈമിലാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ആ ഡൗട്ട്സിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ ആണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. എന്താണ് ഗ്ലൂട്ടാത്തയോൺ? നമ്മുടെ ശരീരത്തിലെ 3 അമിനോ ആസിഡുകൾ കൂടി ചേർന്നുണ്ടാകുന്ന ഒരു പ്രോട്ടീനെയാണ് ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. മാത്രമല്ല, ഗ്ലൂട്ടാത്തയോൺ ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റും കൂടെയാണ്. ഇനി ഈ ഗ്ലൂട്ടാത്തയോൺ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ വർക്ക് ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഒരു തൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ്. തൈറോസിനേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് യുമെലാനിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നുണ്ട്. യുമെലാനിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡാർക്ക് പിഗ്മെന്റ് ആണ്. അതിന്റെ അളവിനെ കുറയ്ക്കുകയും പകരം ഫ്യൂമെലാനിൻ, അതായത് ലൈറ്റ് പിഗ്മെന്റിന്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണെന്ന്. പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഫ്രീ റാഡിക്കൽസിനെ സപ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്നതും സ്കിന്നിൽ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോലത്തെ സ്കിൻ കണ്ടീഷൻ ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഫ്രീ റാഡിക്കൽസിനെ സപ്രസ് ചെയ്യുന്നത് വഴി ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സും ഹൈപ്പർ പിഗ്മെന്റേഷനും ഒക്കെ കുറച്ചിട്ട് സ്കിന്നിന് ഈവൻ ടോൺ കിട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഒരു സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സപ്ലിമെന്റ് മാത്രമല്ല, ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള സ്കിൻ കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗ്ലൂട്ടാത്തയോൺ പലതരത്തിൽ അവൈലബിൾ ആണ്. IV, ക്രീംസ്, ഓറൽ സപ്ലിമെന്റ്, സ്പ്രേ, പൗഡേഴ്സ്, അങ്ങനെ പല രൂപത്തിലും ഇപ്പൊ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷൻ തന്നെയാണ്. ഇഞ്ചക്ഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ പലർക്കും പേഴ്സണൽ ആയിട്ട് എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. മാത്രമല്ല, അതിന് മെയിൻ്റെനൻസ് ഉണ്ട്. കുറച്ചും കൂടെ വേറെയുള്ള മെത്തേഡിനെ അപേക്ഷിച്ചിട്ട് കോസ്റ്റ്ലി ആണ്. ബട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഈ ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷനിലൂടെയാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്രീമാണ്. ഈ ക്രീം യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെവിടെയാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവിടെ മാത്രമേ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. മാത്രമല്ല, അതിന്റെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഓറൽ മെത്തേഡാണ്. ക്രീമിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഓറലായിട്ട് ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെന്റ് എടുക്കുന്നതാണ്. ഓറലായിട്ട് ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെന്റ് എടുക്കുന്നത് കൊണ്ട് അതിന് വേറെ ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട്. നിങ്ങൾക്ക് ഓറലായിട്ട് ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെന്റ് എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓറൽ സപ്ലിമെന്റ് എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. കാരണം ഇപ്പോൾ ഒരുപാട് ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെന്റ് ആണ് ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലോ എന്ന് പറയുന്ന ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെന്റ്. ഈ ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലോ എന്ന് പറയുന്ന സപ്ലിമെന്റ് സാധാ ടാബ്ലറ്റ് പോലെയല്ല, ഇതൊരു എഫോവസൻ ടാബ്ലറ്റ് ആണ്. ഇതിൽ ഓരോ ടാബ്ലറ്റിലും 500 mg ജാപ്പാനീസ് ഗ്ലൂട്ടാത്തയോണും പ്ലസ് 40 mg വൈറ്റമിൻ സിയും ആണ് അടങ്ങിയിട്ടുള്ളത്. ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ 8 വീക്സിനുള്ളിൽ ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. വേറെയുള്ള ഗ്ലൂട്ടാത്തയോണിനെ അപേക്ഷിച്ചിട്ട് ഈ ജപ്പാനീസ് ഗ്ലൂട്ടാത്തയോണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാനീസ് ഗ്ലൂട്ടാത്തയോൺ ഈസിലി ആയിട്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അബ്സോർപ്ഷൻ ഈസിലി ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് ഫാസ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. വേറെയുള്ള ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെന്റിനെ അപേക്ഷിച്ചിട്ട് ഇതിന് സൈഡ് എഫക്ട് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം വേറെയുള്ള ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെന്റ് എടുക്കുമ്പോൾ ചിലർക്ക് പല രീതിയിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവാം. തലവേദന, അബ്ഡോമിനൽ ഡിസ്കംഫർട്ട്നെസ് പോലത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. എന്നാൽ ഈ എഫോവസൻ ടാബ്ലറ്റ്സ് എടുക്കുമ്പോൾ അങ്ങനത്തെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുന്നതല്ല. ഇത് നിങ്ങൾ ഒരു ടാബ്ലറ്റ് എടുത്ത് 250 ml വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷമാണ് കഴിക്കേണ്ടത്. അതായത് ഒരു ഗ്ലാസ്സിൽ 250 ml വെള്ളം ഒഴിച്ച ശേഷം ഒരു ടാബ്ലറ്റ് ഇടുക. എന്നിട്ട് അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഡിസോൾവ് ആയ ശേഷം മാത്രമേ എടുത്ത് കഴിക്കാവുള്ളൂ. ഒരു ദിവസം ഏത് സമയത്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാവുന്നതാണ്. ബട്ട് നിങ്ങൾ ഭക്ഷണശേഷം മാത്രമേ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലോ എഫോവസൻ ടാബ്ലറ്റ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മളത് കുടിക്കുന്ന സമയത്ത് മൗത്ത് സെല്ലുമായിട്ട് കോണ്ടാക്ട് നടന്നിട്ട് അവിടെ വെച്ചിട്ട് തന്നെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് ബ്ലഡ് സ്ട്രീമിലേക്ക്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. 100% വീഗൻ ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത് ഈസ്റ്റിൽ നിന്നാണ്. കൂടാതെ ലെമൺ, സ്ട്രോബെറിയുടെ മിക്സ് ആയിട്ടുള്ള ഫ്ലേവറിലാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നത്.
20 ടാബ്ലറ്റ്സ് വരുന്ന ഈ ഒരു പാക്കറ്റിന് ഏകദേശം റേറ്റ് വരുന്നത് 1980 രൂപയാണ്. പക്ഷേ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾ ഷീക്ക് MTP10 എന്ന കോഡ് യൂസ് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഈ ഗ്ലൂട്ടത്തയോൺ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഗ്ലൂട്ടത്തയോൺ എടുക്കേണ്ട ആവശ്യം എന്നുള്ളത്. അതായത് നമുക്ക് പ്രായം കൂടുന്തോറും ഈ ഗ്ലൂട്ടത്തയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. മാത്രമല്ല പിന്നെ ഈ ഗ്ലൂട്ടത്തയോൺ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്ക് ഗ്ലൂട്ടത്തയോൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കിട്ടണമെന്നില്ല. അതുകൊണ്ട് ബെറ്റർ ഒരു സപ്ലിമെന്റ് എടുക്കുന്നതാണ്. ആസ്മ പേഷ്യൻസും 18 വയസ്സിന് താഴെയുള്ളവരും ഗ്ലൂട്ടത്തയോണിന്റെ ഒരു സപ്ലിമെന്റും എടുക്കാത്തതാണ് നല്ലത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.